മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് പത്രങ്ങളിലൂടെയും പ്രഭാഷണ വേദികളിലും മറ്റ് രീതിയിലും കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള 2-3 അനുഭവങ്ങൾ എനിക്ക് മലപ്പുറത്തുണ്ടായത്. ധാരാളം വ്യക്തികൾ പങ്കെടുത്ത, ഹിന്ദു യുവാക്കൾ ധാരാളമായി പങ്കെടുത്ത 2-3 പരിപാടികളിൽ ഹിന്ദു യുവാക്കൾ വളരെ തീവ്രമായ ഹൈന്ദവ ബോധം ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ആഗ്രഹിക്കുന്ന ഹിന്ദു യുവാക്കൾ വളരെ രസകരമായിട്ടുള്ള കാര്യം ഒരേപോലെ പല സ്ഥലങ്ങളിലും പറയുന്നത് കേട്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവരും പറഞ്ഞത്, ആ പ്രദേശത്ത് ആരോ മരിച്ചു, അയാളുടെ ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ ആ ഡെഡ് ബോഡിയും വഹിച്ചുകൊണ്ട് വ്യക്തികൾ നടക്കുമ്പോൾ കാലാണോ മുമ്പോട്ട് പോവേണ്ടത്, തലയാണോ മുമ്പോട്ട് പോവേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു ഇഷ്യൂ ഉണ്ടായി. ഈ യുവാക്കൾ വളരെ വളരെ സീരിയസ് ആയിട്ടാണ് അതിനെക്കുറിച്ചുള്ളൊരു ചോദ്യം എഴുതി തന്നും നേരിട്ട് വന്നും ചോദിച്ചത്. അവരുടെ കമൻ്റ് ഇതായിരുന്നു: സാറിനറിയോ, ഇവിടെ മരിച്ചയാളുടെ തല മുമ്പോട്ട് വെച്ച് കൊണ്ടുപോകുന്നതിന് പകരം കാല് മുമ്പോട്ട് വെച്ചിട്ടാണ് കൊണ്ടുപോയത്. ഞാനിങ്ങനെ അവരുടെ ഉത്തരം പറഞ്ഞു, മരിച്ച വ്യക്തിയെ എങ്ങനെ കൊണ്ടുപോയാൽ ഇത്രയും വലിയ പ്രശ്നം എന്താ? നാരായണ ഗുരുദേവനോട് ചോദിച്ചു, അങ്ങ് സമാധിയായാൽ എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ നാരായണ ഗുരുദേവന് ഉത്തരം കൊടുത്തത് ചക്കിലിട്ട് ആട്ടി തെങ്ങിൻ്റെ കടയിലിടാനാണ് പറഞ്ഞത്. അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഹിന്ദുത്വ ബോധമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കുറേ യുവാക്കൾ കാണിച്ചു കൂട്ടുന്ന ഇതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ കാണാറുണ്ട്. നിർഭാഗ്യവശാൽ ഈ നാടിൻ്റെ പൈതൃകമോ നമ്മുടെ ആചാരങ്ങളോ വിചാരങ്ങളോ വിശ്വാസങ്ങളോ സങ്കല്പങ്ങളോ നമ്മളുടെ ഗ്രന്ഥങ്ങളോ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലുമോ ഒന്നും പഠിക്കാതെ, ഒരക്ഷരം പോലും പഠിക്കാതെ ഹിന്ദുത്വ ബോധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഇതുമാതിരിയുള്ള ചീപ്പായിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാഴ്ച ഇന്ന് ധാരാളം ഹിന്ദു യുവാക്കളുടെ ഇടയിൽ കാണുന്നു. അത് വളരെ ദുഃഖകരമായിട്ട് തോന്നുന്നു. രണ്ടാമത് ഞാൻ കണ്ടത് പാലക്കാട്, കണ്ണൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ധാരാളം യുവാക്കൾ 29, 30, 35, കുറച്ച് പേര് 36, 37 വയസ്സായവരുണ്ട്. അവരൊന്ന് പറയേണ്ടായി, സാറ് ജ്യോതിഷം പഠിച്ചു, പഠിപ്പിക്കുന്നു, പുസ്തകം എഴുതി, ഞങ്ങളുടെ ജാതകം ചേരണില്ല, ഞങ്ങൾക്ക് വിവാഹം ഇതുവരെയായിട്ട് നടന്നിട്ടില്ല. ഞാൻ അവരോട് നേരത്തെ ചോദിച്ച അതേപോലെയുള്ള ചോദ്യമാണ് ചോദിച്ചത്. നിങ്ങൾ ജീവിതത്തിൽ വേറെ ഹൈന്ദവമായ ഒരാചാരങ്ങളോ വിശ്വാസങ്ങളോ വെച്ച് പുലർത്താത്തവരാണ്. രാവിലെ എഴുന്നേൽക്കുക, കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കുക, ഭൂമി തൊട്ട് തലയിൽ വയ്ക്കുക, കുളിക്കുക, അതുപോലെ പൂജാമുറിയിൽ 10 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുക. നമ്മുടെ വേദങ്ങളുടെ കുറച്ച് സന്ദേശങ്ങൾ, ഇതിഹാസങ്ങളുടെ അനുഭവങ്ങളും സന്ദേശങ്ങളും, പുരാണങ്ങളുടെ അനുഭവങ്ങളോ സന്ദേശങ്ങളോ, ഭഗവത്ഗീതയോ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ എന്തെങ്കിലും, ഇങ്ങനെയുള്ള ഏതും ഒന്നും പാലിക്കുന്നില്ല. നോൺ വെജിറ്റേറിയനും മദ്യവും കഴിക്കുന്നതിന് ഒരു വിരോധവും ഇല്ല നിങ്ങൾക്ക്, നിങ്ങളതെല്ലാം ചെയ്തുകൊണ്ട് പോകുന്നു. നമ്മുടെ ധാർമ്മികമായിട്ടുള്ള, നമ്മുടെ ആത്മീയമായിട്ടുള്ള, നമ്മളുടെ സനാതന ധർമ്മപരമായിട്ടുള്ള ഒന്നും ചെയ്യാത്ത കുറേ വീട്ടുകാർക്ക്, കുറേ അമ്മമാർക്ക്, കുറേ മാതാപിതാക്കൾക്ക്, കുറേ മക്കൾക്ക് കല്യാണത്തിൻ്റെ കാര്യത്തിൽ ജാതകം നോക്കൽ മാത്രം ഒരു വലിയ ഇഷ്യൂ. ജീവിതത്തിൽ 365 ദിവസവും ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും ചെയ്യാതെ കല്യാണത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഈ ജാതകം നോക്കുന്നതിൻ്റെ മഹത്വം എന്താണെന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ളവരായി ഈ ധർമ്മത്തെ തകർക്കുന്നതും തളർത്തുന്നതും, വേണ്ടതൊന്നും ചെയ്യുന്നില്ല, വേണ്ടാത്ത ചില കാര്യങ്ങളുടെ പുറകെ പോകുന്ന ആ ഗതികേട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രത്യേകതയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്ത കാലത്ത് ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് മാനനീയ പി പരമേശ്വർജി, ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടറായിട്ടുള്ള പരമേശ്വർജി എഡിറ്റ് ചെയ്തൊരു പുസ്തകം പ്രകാശനം ചെയ്തു അദ്ദേഹം.
പ്രകാശനം ചെയ്തപ്പോഴത്തേക്കും അവിടെ പോലും പ്രതിപക്ഷ നേതാവ് ഹിന്ദു ധർമ്മത്തെയും വിവേകാനന്ദനെയും ഒരു പരിധിവരെ അവഹേളിക്കാനാണ് അവിടെ ആ സമയം ഉപയോഗിച്ചത്. വളരെ നല്ല രീതിയിൽ കമൻ്റ് പറയേണ്ടതിന് പകരം അദ്ദേഹം പറഞ്ഞത് വിവേകാനന്ദനെ സംഘപരിവാറുകാർ തട്ടിയെടുത്തു എന്നാണ് പറഞ്ഞത്. എനിക്ക് ആരാധ്യനായ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കാനുള്ളത്, പണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ യൂട്യൂബിലൂടെ, ഭാരതം മുഴുവനും, ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മുഖ്യമന്ത്രിമാരും ഏകനാഥ റാനഡേജി വന്ന് വിവേകാനന്ദ പാറയിൽ വിവേകാനന്ദൻ്റെ സ്മാരകം ഉണ്ടാക്കാൻ ഡൊണേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഭാരതത്തിലെ എല്ലാ മുഖ്യമന്ത്രിമാരും കൊടുത്തു. എം ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പേര് വെച്ച് വേദം പഠിച്ചത് കൊണ്ടാണ് താൻ ഇത്രയും അധികം ഉയർന്നതെന്ന് പറഞ്ഞ് തൻ്റെ മക്കളെ എല്ലാം നമ്പൂതിരിമാർക്ക് തന്നെ വിവാഹം കഴിച്ചു കൊടുത്ത്, അതും നമ്പൂതിരിയുടെ ആചാരപ്രകാരം വിവാഹം കഴിച്ചു കൊടുത്ത്, തൻ്റെ മാതാപിതാക്കളുടെ അന്ത്യകർമ്മങ്ങൾ നമ്പൂതിരിമാരുടെ ആചാരപ്രകാരം തന്നെ ചെയ്ത ആ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ഏകനാഥ റാനഡേജിയോട് പറഞ്ഞത് വിവേകാനന്ദൻ തനി വർഗീയവാദിയാണ്, അതൊരു വർഗീയ സന്യാസിയുടെ സ്മാരകമാണ്, ആ വർഗീയ സന്യാസിയുടെ സ്മാരകം ഉണ്ടാക്കാൻ ഒരൊറ്റ പൈസ കേരള ഗവൺമെൻറ് തരില്ലെന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന എം ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞത്. ഷെയ്ഖ് അബ്ദുള്ള ജമ്മു കാശ്മീരിൽ നിന്ന് വരെ 5 ലക്ഷം രൂപ കൊടുത്തു. എനിക്ക് ഈ അച്യുതാനന്ദൻ സാറിനോട് ചോദിക്കാനുള്ളത്, അന്ന് EMSന് വിവേകാനന്ദനെ തട്ടിയെടുക്കായിരുന്നില്ലേ? ഇന്ന് DYFIക്കാർ ലോകമെമ്പാടുമുള്ള ഫ്ലക്സിൽ ചെഗുവേരയുടെയും സ്റ്റാലിൻ്റെയും എല്ലാം ഫോട്ടോ വെക്കുന്നതിന് പകരം ഇപ്പോൾ വിവേകാനന്ദനെ എടുത്ത് DYFIക്കാർ വെക്കുമ്പോൾ അത് അന്ന് അവനവൻ്റെ നേതാക്കന്മാർ തട്ടിക്കളഞ്ഞ അതേ വിവേകാനന്ദനെ തട്ടിയെടുത്തത് ആദ്യകാലം മുതൽ തന്നെ വിവേകാനന്ദനെ ഉപയോഗിച്ചിരുന്ന RSSകാരും വിചാരകേന്ദ്രക്കാരും ആണോ, അല്ല തട്ടിയെടുത്തത് DYFIക്കാരും CPMകാരുമാണോ? ഏതായാലും വിവേകാനന്ദനെ DYFIക്കാരും AIYFകാരും CPMകാരും എടുത്തിട്ടുണ്ടെങ്കിൽ ഭാരതത്തിലെ ഹിന്ദുക്കൾക്ക് 100% സന്തോഷമേ ഉള്ളൂ. എടുത്തതിൻ്റെ ദുരുദ്ദേശം വളരെ 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 വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അത് നിങ്ങളോട് പറയും. അപ്പോൾ അടുത്തത് വളരെ വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. യോഹന്നാൻ എന്ന് വെച്ചാൽ സുവിശേഷ പ്രസംഗികനാണ്. ആ സുവിശേഷ പ്രാസംഗികൻ ഒരു കോളേജ് നടത്തുന്നുണ്ട്. ആ കോളേജിലെ വിദ്യാർത്ഥികളെ അനവധി ബസ്സുകളിലാക്കിയിട്ട് പാലക്കാട്, വയനാട് ജില്ലകളിൽ പൊതുസ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കി വിടാം. എന്നിട്ട് അതിൽ 3 വിദ്യാർത്ഥികൾ വീതം ആ റൂട്ടിലുള്ള ഇടത് സൈഡിലും വലത് സൈഡിലുമുള്ള വീടുകളിൽ കയറി ബൈബിള് കൊടുക്കണം, ക്രിസ്തുവിൻ്റെ മഹത്വം വിവരിക്കണം, മതപരിവർത്തനത്തിന് വേണ്ടി എല്ലാം ചെയ്യണം. ഇത് യോഹന്നാൻ്റെ പുതിയ ടെക്നിക്കാണ്. സുവിശേഷ പ്രസംഗികൻ, ആത്മീയ യാത്രയുടെയൊക്കെ ആള്. അദ്ദേഹത്തിൻ്റെ ഇത് മതപരിവർത്തനത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന അവനവൻ്റെ കോളേജിലെ വിദ്യാർത്ഥികളെ ഇപ്രകാരം ഇറക്കിവിട്ട് മതപരിവർത്തനം നടത്തുന്നതിനെതിരെ കുറേ ഹിന്ദു യുവാക്കൾ ശക്തമായി പ്രതിഷേധിച്ചു, അവരെ കൈകാര്യം ചെയ്തു. അതിനെതിരെ DYFIക്കാരും ഇടതുപക്ഷത്തിലെ യുവാക്കളും ചേർന്ന് പന്തം കൊളുത്തി പ്രകടനം നടത്തി. ഈ സ്വന്തം ധർമ്മത്തിൽ, ഹിന്ദു ധർമ്മത്തിലുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും മതപരിവർത്തനം നടത്തുന്നതിനെ ഒന്ന് തടഞ്ഞ ഹിന്ദു യുവാക്കൾക്കെതിരെ എന്തിനാ ഹിന്ദുക്കളായ DYFIക്കാരും AIYFകാരും എന്തിനാണോ പ്രതിഷേധിച്ചതെന്ന് മനസ്സിലാവണില്ല. ഒരു മതപരിവർത്തനത്തെ തടഞ്ഞല്ലേ ഉള്ളൂ, അല്ല ഇഷ്ടം മാതിരി മതപരിവർത്തനം നടത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ, അല്ല അടുത്ത ഇലക്ഷന് അവരിൽ നിന്ന് കുറച്ചെങ്കിലും കിട്ടുമോ വിചാരിച്ചിട്ടാണോ? ഏതായാലും അവനവൻ്റെ ധർമ്മത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യം പഠിക്കേണ്ടത്. കുട്ടികളെ, നിങ്ങൾ വോട്ടിന് വേണ്ടിയിട്ട് നിങ്ങളുടെ നേതാക്കന്മാർ ചെയ്യുന്ന മാതിരി ചീപ്പ് പ്രവൃത്തി ചെയ്താൽ നാട്ടിലെ ജനത അത് തിരിച്ചറിയും എന്നാണ് എൻ്റെ വിശ്വാസം. അടുത്തത് അച്യുതാനന്ദൻ സാറിൻ്റെ ഒരു കമൻ്റ് അടുത്ത കാലത്ത് പത്രത്തിൽ വന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു,
വിശാല ഹിന്ദു സമ്മേളനം പോലെ ഹിന്ദു ഐക്യവേദിയുടെ തിരുവനന്തപുരത്ത് നടന്ന സമ്മേളനത്തിൽ കേട്ട മുദ്രാവാക്യങ്ങൾ വളരെയധികം പ്രകോപിതമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിനെ. അത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന്. അച്യുതാനന്ദൻ സാറ് 88 വയസ്സായി, മാനസികമായിട്ട് നല്ല സ്റ്റെബിലൈസ്ഡ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാം. എനിക്ക് അത്ഭുതം തോന്നിയത് ഇവിടുത്തെ മുസ്ലിങ്ങൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നോർത്ത് കേരളയിൽ മാർച്ച് ചെയ്തപ്പോൾ അതിനെതിരെ യാതൊന്നും അച്യുതാനന്ദൻ സാറ് പറഞ്ഞില്ല. അതുപോലെ മുസ്ലിങ്ങളുടെ പേരിൽ സുന്നി സ്റ്റുഡൻസ് യൂണിയനും 100 കണക്കിന് മുസ്ലിം സംഘടനകൾ മുസ്ലിമിൻ്റെ പേരിൽ സ്റ്റുഡൻസിൻ്റെയും യൂത്തിൻ്റെയും വർക്കേഴ്സിൻ്റെയും ചെയ്യുമ്പോൾ അതൊന്നും ഈ നാടിന് യാതൊരു ഭീഷണിയില്ല. 5 മന്ത്രിമാരും ഇനി ഒരു 5 MP-മാരും കൂടി വേണമെന്ന് മുസ്ലിങ്ങൾ പറയുമ്പോൾ ഈ അച്യുതാനന്ദൻ സാറിന് യാതൊരു വിഷമവും ഇല്ല. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞ് മതത്തിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ്, ആ ഒരു മതത്തിൻ്റെ നേതാവായിട്ടുള്ള കർദിനാൾ തിരുമേനിക്ക് സ്വീകരണം കൊടുക്കുമ്പോൾ പുരസ്കാരം കൊടുക്കാൻ വരാൻ യാതൊരു വിഷമവും ഇല്ല. അതുപോലെ തന്നെ ആ മതത്തിൻ്റെ നേതാവ് ഏറ്റവും അധികം മതപരിവർത്തനം നടത്തുന്നത് ഈഴവ സമുദായത്തിൽപ്പെട്ടവരെയാണ്. എങ്ങനെയാണോ വിജയനും പാർട്ടി സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവും ഈഴവ സമുദായത്തിൽപ്പെട്ടിരിക്കുന്നത്, അതേ ഈഴവ സമുദായത്തിൽപ്പെട്ടവരെയാണ് പരമാവധി മതം മാറ്റുന്നത് ഈ 2 കർദിനാൾമാരും. അവർക്ക് പുരസ്കാരം കൊടുക്കാൻ ഒരു ചളിപ്പും അദ്ദേഹത്തിന് തോന്നിയില്ല. പൂനത്തിൽ കുഞ്ഞബ്ദുള്ള എന്നൊരു എഴുത്തുകാരനുണ്ട്, വലിയ കുഴപ്പക്കാരനാണെന്ന് കേട്ടിട്ടില്ല, പലരും പറഞ്ഞു നല്ല ആളാണെന്ന്. അദ്ദേഹം മാതൃഭൂമിയിൽ ഒരു 2 ആഴ്ച മുമ്പ് ഒരു വാർത്ത അദ്ദേഹത്തെക്കുറിച്ച് വന്നു. സ്ത്രീകളെ കണ്ടുകൊണ്ടിരിക്കാനുള്ളതല്ല എന്ന്. കണ്ടുകൊണ്ടിരിക്കാനുള്ളതല്ല എന്ന് പറയുമ്പോൾ വേറെ എന്തോ ഒന്നിനു കൂടിയാണ് എന്നൊരർത്ഥം അതിനകത്തുണ്ടല്ലോ. അത് മാത്രമല്ല, ബഹുഭാര്യാത്വത്തെയും എല്ലാത്തിനെയും ന്യായീകരിച്ചുകൊണ്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞ മാതൃഭൂമിയിൽ വന്ന വരികൾ കേട്ടപ്പോൾ അച്യുതാനന്ദൻ സാറിന് യാതൊരു വിഷമമില്ല. ഈ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാർക്ക് ഹിന്ദുക്കളോട് മാത്രമാണ് വിരോധമുള്ളത്. ഹിന്ദു ശബ്ദം കേട്ടാൽ അവർക്ക് ഏതാണ്ട് അലർജിയാണ്, ബാക്കി ഒന്നിനോടും അവർക്ക് യാതൊരു പ്രശ്നമില്ല. എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. അവനവൻ നിൽക്കുന്നത് ഹിന്ദു ആയിട്ടാണ്. ആ ഹിന്ദു ധർമ്മത്തിൽ നിന്നുകൊണ്ട് ആ ഹിന്ദു ധർമ്മത്തിനെ എതിർക്കുന്നത്, അത് ഹിന്ദുവിനെക്കുറിച്ച് നല്ലത് ആര് പറഞ്ഞാലും സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാകുന്നതിന് പകരം ഹിന്ദുവിനെക്കുറിച്ച് ആര് എന്ത് പറഞ്ഞാലും, നല്ലത് പറഞ്ഞാൽ മാത്രം, ചീത്ത പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ഇവർ വരും, നല്ലത് പറഞ്ഞാൽ അപ്പോൾ എതിർക്കാൻ വരുന്ന 2 വിഭാഗക്കാരാണ് ഈ ഇടതുപക്ഷത്തിലെ നേതാക്കന്മാരെന്ന് നിങ്ങൾ എന്നെങ്കിലും തിരിച്ചറിയണം. സ്വന്തം ധർമ്മത്തെ അവഹേളിക്കുക, അപകീർത്തിപ്പെടുത്തുക, അത് എന്നും ഇടതുപക്ഷത്തിലെ നേതാക്കന്മാരുടെ പ്രത്യേകതയായിട്ട് കാണുന്നു. ഒന്ന് ക്രിസ്ത്യാനിയുടെ മുസ്ലിമിൻ്റെ വോട്ട് കിട്ടാനായിരിക്കും, അത് ഈ ജന്മത്ത് ഉണ്ടാവില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ന്യൂനപക്ഷ പ്രീണനം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്. അടുത്ത കാലത്ത് കുറേ മുസ്ലിങ്ങൾ എന്നോട് ചോദിക്കുകയുണ്ടായി, മുസ്ലിങ്ങൾ ഏറ്റവും അധികം സഹിഷ്ണുത ഉള്ള മതത്തിൽപ്പെട്ടവരാണെന്ന്. എനിക്ക് അത്ഭുതം തോന്നി. സിംഹവും ചെന്നായും ആട്ടിൻകുട്ടിയോട് പറയാണ്, നിന്നെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം, ഞങ്ങൾ ഏറ്റവും സഹിഷ്ണുതയുള്ള മൃഗങ്ങളാണെന്ന് പറയുന്ന മാതിരിയാണ്. അതിൽ ഒരാൾ എന്നോട് ചോദിച്ചു, ടിപ്പു സുൽത്താൻ ഏതെങ്കിലും ക്ഷേത്രം ആക്രമിച്ചതിന് തെളിവുണ്ടോന്ന്. കേരളത്തിലെ അഥവാ മലബാറിലെ 800 ക്ഷേത്രങ്ങൾ ഇപ്പോഴും തകർന്നു കിടക്കുന്നത് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിലാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ 1-2 പള്ളിക്കകത്തേക്ക് കയറിയിരുന്നു, മസ്ജിദിനകത്തേക്ക്. ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അകത്ത് ബലിക്കല്ല്, കൊടിമരം, ശ്രീകോവിൽ അതേപോലെ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. എത്രയോ മസ്ജിദുകൾ മലബാർ ഏരിയയിൽ തനി അമ്പലങ്ങളാണ് ഇപ്പോഴും ബലിക്കല്ലും ശ്രീകോവിലും എല്ലാം നിലനിർത്തിയിരിക്കുന്ന. അത് പൊളിച്ചു കളയാൻ മുസ്ലിങ്ങൾക്ക് ഒരു പേടിയുള്ളത് കൊണ്ടാണ് പൊളിച്ചു കളയാത്തത്. അതുകൊണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് ആരും നോക്കാതിരിക്കാൻ വലിയ മതിൽ കെട്ടിയിരിക്കുക, 10, 20, 30, 40 അടി പൊക്കത്തിൽ മതിൽ കെട്ടിയിരിക്കുക. 100 കണക്കിന് ക്ഷേത്രങ്ങൾ
ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ നശിച്ചത്. തലശ്ശേരി ശ്രീരാമക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനകത്ത് ടിപ്പുവിൻ്റെ പീരങ്കിയിൽ നിന്ന് വന്ന ഉണ്ട വെച്ചിട്ടുണ്ടെന്ന് ഞാനവിടെ പ്രഭാഷണം ചെയ്യാൻ പോകുമ്പോൾ കേട്ടിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ മുസ്ലിം യുവാക്കളാണെങ്കിൽ ടിപ്പു ഈ കേരളത്തിൽ ചെയ്തിരിക്കുന്ന ഹീനകൃത്യങ്ങൾ എത്രയാണെന്ന് അറിയണം. 2000 ഹിന്ദുക്കളുടെ വായിലേക്ക് പശുവിറച്ചി തീറ്റി കുത്തി കയറ്റിയിട്ട അവരെ ഓരോ ദിവസവും മുസ്ലിങ്ങളാക്കിയിരുന്നത്. എത്ര ക്ഷേത്രങ്ങളാണ് തകർത്തത്. ആ ക്ഷേത്രങ്ങൾ, ശ്രീകോവില്, വിഗ്രഹങ്ങൾ, അത് തകർത്തത് കേരളത്തിലെ ജനത ഇന്നും മറന്നിട്ടില്ല. അതിനേക്കാൾ നീചമായിട്ടുള്ള വേറൊന്നുണ്ട്. സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ മതം മാറാൻ വിസമ്മതിച്ച 40,000 ഹിന്ദുക്കളെ തലയറുത്ത് കൊന്ന് 1410 ക്ഷേത്രങ്ങൾ അടിച്ച് തകർത്ത അയാളെ പോപ്പ് വിശുദ്ധനാക്കി എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ മണ്ണിൽ ആ കൊലയാളിയായിട്ടുള്ള സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറിന് എത്രയാ പള്ളികൾ ഉയരുന്നേ അറിയോ? ഇത് ക്രിസ്ത്യൻ യുവാക്കൾക്ക് അറിയുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ മുസ്ലിമിൻ്റെ അസഹിഷ്ണുത അറിയണമെങ്കിൽ, അസഹിഷ്ണുതയോ സഹിഷ്ണുതയോ അറിയണമെങ്കിൽ കോണാർക്ക് ക്ഷേത്രത്തിലും മധുരമീനാക്ഷി ക്ഷേത്രത്തിലും വിജയനഗര സാമ്രാജ്യത്തിലെ ക്ഷേത്രങ്ങളിലും കാക്കത്തീയ രാജവംശത്തിലെ ക്ഷേത്രങ്ങളിലും മെഹ്റൗളിയിലുള്ള കുത്തബ് മീനാറിൻ്റെ ചുറ്റുമുള്ള 24 നക്ഷത്ര ക്ഷേത്രങ്ങളിലും നോർത്ത് ഇന്ത്യയിലെ സകല ക്ഷേത്രങ്ങളിലും ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാവും എത്ര നീചമായിട്ടായിരുന്നു മുസ്ലിങ്ങൾ, വിദേശത്ത് നിന്ന് വന്ന മുസ്ലിങ്ങൾ ഭാരതീയ പൈതൃകത്തെ നശിപ്പിച്ചതെന്ന്. ഹൈദരാലിയും ടിപ്പു സുൽത്താനും വിദേശത്തുനിന്ന് ജനിച്ച ആളല്ല, ഇവിടെ ജനിച്ച ആളാണ്. ഇത്രയും ക്രൂരത. മാപ്പിള ലഹളയെ ഒരു സ്വാതന്ത്ര്യ സമരമാക്കാൻ സാധിച്ചത് ഹിന്ദുക്കൾ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ്. അത്രയും അധികം ക്രൂരത ഹിന്ദുക്കളെ മുസ്ലിങ്ങളിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്. ഭാരതത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും. ജവഹർലാൽ നെഹ്റുവിന് ജമ്മു കാശ്മീരുമായിട്ടൊക്കെ ബന്ധമുള്ളത് കൊണ്ട്, അദ്ദേഹത്തിന് മുസ്ലിങ്ങളുമായിട്ട് രക്തബന്ധമുള്ളത് കൊണ്ട് ഇതൊന്നും പുറത്തേക്ക് അറിയാതിരിക്കാൻ വേണ്ടി അതൊക്കെ തമസ്കരിച്ചു. പത്രങ്ങൾ, നമ്മുടെ പുസ്തകങ്ങളിലോ UGCയിലോ ഒന്നും അത് പെടുത്തിയില്ല. എന്നാലും അടുത്ത കാലം വരെ UGC പുസ്തകങ്ങളിൽ വളരെയധികം മുസ്ലിം ആക്രമണത്തെക്കുറിച്ചുള്ള അനവധി ചരിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയാൽ ഈ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കില്ല. അടുത്ത കാലത്ത് RSSൻ്റെ വലിയൊരു നേതാവ് എറണാകുളത്ത് വന്നപ്പോൾ പറയുകയുണ്ടായി, മതപരിവർത്തനം ഹിന്ദു ധർമ്മത്തിലില്ല എന്ന്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ചിലത് പറയാറുണ്ട്. ആലോചിച്ചിട്ടാണോ പറയുന്നത്, അല്ല താൻ പറയുന്നതിനെ പിന്നീട് തിരുത്താൻ ആൾക്കാരുണ്ടാവുമെന്ന് ഉദ്ദേശിച്ചിട്ടാണോ എന്ന് അറിഞ്ഞൂടാ. മതപരിവർത്തനം ഹിന്ദു ധർമ്മത്തിൻ്റെ ഭാഗമല്ല. ഈ ഹൈന്ദവ ജനത ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ലവ് ജിഹാദിലൂടെ ഇസ്ലാമിലേക്കും മതപരിവർത്തനത്തിലെ ചതിച്ചും വഞ്ചിച്ചുമുള്ള മതപരിവർത്തനത്തിലൂടെ ക്രൈസ്തവ സമുദായത്തിലേക്കും പോകുമ്പോൾ ഭാവിയിൽ അവർ തെറ്റാണെന്ന് മനസ്സിലാക്കി തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് തടസ്സമാകുന്നത് ഈ സർസംഘചാലകൻ്റെ വരികളായിരിക്കും. അദ്ദേഹം പലതും പറയാറുണ്ട്. ആലോചിച്ചിട്ടാണോ ഇല്ലയോ എന്നുള്ളത് ആർക്കും അറിഞ്ഞൂടാ. പണ്ട് സ്ത്രീകൾ വീട്ടിലിരിക്കേണ്ടവരാണെന്ന് പറഞ്ഞത് മാതൃഭൂമിയിലും മനോരമയിലുമൊക്കെ ഫ്രണ്ട് പേജിലാണ് വന്നത്. എന്നിട്ട് ഇവിടെയുള്ളവർക്ക് മുഴുവൻ അത് തിരുത്തി അദ്ദേഹം അതല്ല ഉദ്ദേശിച്ചത്, ഇതല്ല ഉദ്ദേശിച്ചതെന്ന് പറയേണ്ടി വന്നു. എന്തെങ്കിലും പറയുന്നതിന് മുമ്പൊന്ന് ചിന്തിച്ച് പറഞ്ഞൂടെ? പറഞ്ഞതിന് ശേഷം പിന്നെ തിരുത്താൻ നിൽക്കുന്നതിനേക്കാളും നല്ലത് അതല്ലേ? അല്ല, പറയുന്ന വാക്കുകൾക്കും വരികൾക്കും ഒന്നും പ്രത്യേകിച്ച് കൺട്രോളൊന്നും ഇല്ല എന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ ഇത്രയും അധികം വ്യക്തികൾ, ഈശ്വരനെ പോലെ ബഹുമാനിക്കുന്ന വ്യക്തികൾക്ക് എന്തും പറയാമെന്നാണോ അതിൻ്റെ അർത്ഥം? ഹൈന്ദവ ധർമ്മത്തിൽ നിന്ന് മതം മാറിപ്പോകുന്ന വ്യക്തികൾ തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ അവരെ ഹിന്ദു ധർമ്മം പഠിപ്പിച്ചാൽ അവർ തിരിച്ചു വരുമെങ്കിൽ ഇന്ന് തടസ്സമായിട്ട് നിൽക്കുന്ന ഇതായിരിക്കും. കുറേ സ്ഥലത്ത് ഹൈന്ദവ യുവാക്കളും ഹിന്ദു സംഘടനകളും ധാരാളം പേരെ തിരിച്ചു കൊണ്ടുവരാനുള്ള തുറന്ന മനസ്സോടുകൂടി, ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ഒന്നുമല്ല, തുറന്ന മനസ്സോടുകൂടി തിരിച്ചു കൊണ്ടുവരാനുള്ള കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ ഇതേമാതിരിയുള്ള നേതാക്കളുടെ ചില പ്രസംഗങ്ങളാണ് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നെനിക്ക് തോന്നാറുണ്ട്. അടുത്ത കാലത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി. അത് പുതുപ്പള്ളിയിൽ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ SNDPയിലെ ഒരു തിരക്കേടില്ലാത്ത സമുന്നതനായ നേതാവ്, അദ്ദേഹം
അദ്ദേഹമാണ് എൻ്റെ പ്രഭാഷണം ഉദ്ഘാടനം ചെയ്തത്. നല്ലൊരു പ്രഭാഷണമാണ്. അദ്ദേഹം അവിടെ പറഞ്ഞത്, പ്രിയപ്പെട്ട ഹിന്ദു ജനങ്ങളെ എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത് തന്നെ. എന്നിട്ട് പറയേണ്ടായി, നിങ്ങളെ എല്ലാവരെയും പാപികളാണെന്ന് ആദ്യം മുദ്രകുത്ത. മതപരിവർത്തനത്തിൻ്റെ തുടക്കം അതാണ് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത്. ആദ്യം പാപികളാണെന്ന് മുദ്രകുത്ത. എന്നിട്ട് നിങ്ങളുടെ പാപം പോകാൻ യഹോവ കന്യാമറിയത്തിൽ ഗർഭമുണ്ടാക്കിയെന്ന് നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കുക. ദൈവം മനുഷ്യരിൽ ഗർഭമുണ്ടാക്കി. ആണുങ്ങളല്ല സ്ത്രീകളിൽ ഗർഭമുണ്ടാക്കിയത്, ദൈവമാണ് ഗർഭമുണ്ടാക്കിയത്. എന്നിട്ട് ഗർഭമുണ്ടാക്കിയിട്ട് ആ സ്ത്രീ പ്രസവിച്ചു. ആ സ്ത്രീയെ മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി കുരിശിലേറ്റുക. ഈ മനുഷ്യനെ കുരിശിലേറ്റുന്നതിന് പകരം ഈ മനുഷ്യൻ്റെ പാപത്തിനെ ദൈവത്തിന് അങ്ങോട്ട് ക്ഷമിച്ചാൽ പോരായിരുന്നോ? എന്തിനാ കുരിശിലേറ്റിയത്? ഒരു പിടുത്തമില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കുരിശിലേറ്റിയപ്പോൾ ദൈവമോ കുരിശിലേറിയ ആളോ പറഞ്ഞിട്ടുണ്ടോ ഞാൻ മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണെന്ന്? അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ്റെ പാപം ഏറ്റെടുക്കത്തക്ക വിധത്തിലുള്ള ഒരു കർമ്മവും യേശുക്രിസ്തു ചെയ്തിട്ടില്ല. അയാളെ കുരിശിലേറ്റി. എന്നിട്ട് ഇത് SNDPയുടെ നേതാവ് പറഞ്ഞ വരി ഞാൻ നിങ്ങളോട് അതേ പറയാം. ആ കുരിശിൽ അദ്ദേഹം മരിച്ചില്ല എന്ന് പോപ്പ് മുതൽക്ക് എല്ലാവരും ആണയിട്ട് പറയുന്നു. കുരിശിൽ നിന്നിറക്കി കറ്റാർവാഴ നീര്, ചതവിനും ഒടിവിനുമുള്ള കറ്റാർവാഴ നീര് ശരീരത്തിൽ പുരട്ടി ഒരു ഗുഹയ്ക്കകത്ത് വെക്കുകയാണ്. മറ്റുള്ളവരൊക്കെ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ചെയ്തത്. അപ്പം മരിക്കാത്ത ആളെ മരിച്ചു എന്ന് കള്ളം പ്രചരിപ്പിക്കുക. എന്നിട്ട് മൂന്നാമത്തെ ദിവസം ഇതേ മരിക്കാത്ത ആൾ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുക. അത് വേറൊരു കള്ളത്തരം. എന്നിട്ട് ഈ ഉയർത്തെഴുന്നേറ്റ ആള് നേരെ സ്വർഗത്തിലേക്ക് പോയിന്ന്. അയാളാണെങ്കിൽ നേരെ ഇന്ത്യയിൽ വന്ന് 67 വയസ്സ് വരെ കാശ്മീരിൽ ശ്രീനഗറിൽ താമസിച്ച് ആ പ്രദേശം മുഴുവനും നടന്ന് അവിടെ അന്ത്യശ്വാസം വലിക്കായത്. ഈശോ നബിയുടെ ശവകുടീരം അവിടെ ഉണ്ടെന്ന് ലോകം അംഗീകരിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ സ്വർഗത്തിലേക്ക് പോയിട്ടില്ല, മരിച്ചിട്ടും ഇല്ല, ഉയർത്തെഴുന്നേറ്റിട്ടും ഇല്ല, കുരിശിൽ വെച്ചിട്ട് ഒന്നും ചെയ്തിട്ടും ഇല്ല. അങ്ങനെ ഇല്ലാത്ത കെട്ടുകഥയും കള്ളക്കഥയും പറഞ്ഞ് ഹിന്ദുക്കളെ മതം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നിട്ട് ഈ യേശുക്രിസ്തു ഇത്രയും പുണ്യാത്മാവാണെങ്കിൽ അയാളെ കുരിശിലേറ്റി അതേ കൊലക്കയർ കഴുത്തിലിട്ടുകൊണ്ട് അടക്കാം. അതേ കൊലക്കയർ വധുവിൻ്റെയും വരൻ്റെയും കഴുത്തിലിടാം. അതേ കൊലക്കയർ കാറിലിട്ടുകൊണ്ട് അടക്കാം. അതേ കൊലക്കയർ തന്നെ ഡെഡ് ബോഡിയുടെ മുകളിലും വെക്കാം. അത് തന്നെ കൊടിമരത്തിൻ്റെ മുകളിലും വെക്കാം. അത് തന്നെ പൂജിക്കാം. ശവത്തിൻ്റെയും ജീവനുള്ളതിൻ്റെയും എല്ലാത്തിലും ഇതേ കയർ ഉപയോഗിക്കാം. എന്നിട്ട് പോപ്പിനെ ആ സ്ഥാനത്ത് വാഴിക്കാം. പോപ്പ് എന്ന് പറയുന്ന പച്ച മനുഷ്യനാണ്. മനുഷ്യനായിരിക്കുന്നിടത്തോളം അയാൾ പാപിയാണ്. യേശുക്രിസ്തു കുരിശിലേറിയത് മനുഷ്യൻ്റെ പാപത്തിനാണെങ്കിൽ കുരിശിലേറിയതോടുകൂടി പാപം പോയില്ലേ എന്ന് ചോദിച്ചാൽ പാപം കണ്ടിന്യൂസ്ലി ഉണ്ട്, അത് പോയിട്ടും ഇല്ല. അപ്പൊ പിന്നെ കുരിശിലേറിയത് എന്തിനാന്ന് ചോദിച്ചാൽ ഒരു പിടുത്തമില്ല. മനുഷ്യന്റെ പാപം പോയിട്ടും ഇല്ല, ഇപ്പോഴും അവൻ പാപിയാണ്. ഈ പാപിയാണെന്ന് മുദ്ര കുത്തിയിട്ട് ഒരു പാപിയായിട്ടുള്ള പോപ്പ്, ആ പാപിയായിട്ടുള്ള പോപ്പ് അയാൾ മനുഷ്യനായതുകൊണ്ടാണ് പാപി. പിന്നെ പാപിയായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചു കഴിഞ്ഞോടുകൂടി അയാൾ പാപിത്വമൊന്നും പോയിട്ടില്ല. ആ പാപിയായ മരിച്ച മനുഷ്യനെ മതം മാറ്റാൻ സഹായിച്ചതിന് മാത്രം പാപിയായ ഒരു പോപ്പ് പുണ്യവാളനായിട്ട് പ്രഖ്യാപിക്കാം. പാപിയായ ഒരുവനെ പാപിയായ മറ്റൊരുവൻ പുണ്യവാളനായിട്ട്. ഇങ്ങനെ ഒരു മതം ലോകത്തിൽ ഉണ്ടെന്ന് പഠിച്ചാൽ അതിൽ അത്ഭുതം തോന്നും. ഇത്രയും അധികം നുണ മാത്രം പ്രചരിപ്പിക്കുന്ന ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞത് ഇത് ഒരു SNDP നേതാവിൻ്റെ, എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു നേതാവിൻ്റെ വരികളാണ്. എനിക്ക് സത്യത്തിൽ സന്തോഷം തോന്നി. ഇതുപോലെ SNDP വേറൊരു നേതാവ് നിലമ്പൂര് കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ പ്രഭാഷണം ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞു, യേശുക്രിസ്തുവിനെ ആൾ ദൈവമാണെന്ന് പറയാൻ ഇവിടെ ഒരു നേതാവും മുമ്പോട്ട് വരില്ല. മുഹമ്മദ് നബിയെ ആൾ ദൈവമാണെന്ന് പറയാൻ ഒരാളും ഒരു രാഷ്ട്രീയക്കാരനും വരില്ല. നാരായണ ഗുരുദേവനെ മാത്രം അവഹേളിക്കാൻ ഇവർക്ക് യാതൊരു വിരോധമില്ല. ആൾ ദൈവമാണോ എന്ന് ചോദിച്ച് ഈ നാട് ഇതിനെ പ്രതികരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ രണ്ട് സംഭവം ഞാൻ നിങ്ങളോട് പറയാൻ കാരണം നമ്മുടെ ജനത, ഹൈന്ദവ ജനത ഒന്ന് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. എന്നാലും പ്രതികരിക്കില്ല. കാരണം ഇലക്ഷനും വോട്ടും ഒക്കെ അവരുടെ കണ്ണ് മുഴുവനും ഒരു ന്യൂനപക്ഷ വോട്ടിലാണ്. അവർക്ക് കിട്ടില്ലെന്ന് ഉറപ്പുള്ള ന്യൂനപക്ഷ വോട്ടിലാണ്. കിട്ടുന്ന ഉറപ്പുള്ളതല്ല,
ന്യൂനപക്ഷങ്ങൾ നേടാവുന്നതെല്ലാം നേടിക്കൊണ്ട് പോകുമ്പോഴും അവഹേളിക്കാൻ, ഹിന്ദുക്കളെ അവഹേളിക്കാൻ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും എപ്പോഴെല്ലാം എവിടെയെല്ലാം സമയം കിട്ടുമോ അതെല്ലാം ചെയ്യാം. എനിക്ക് നിങ്ങളോട് ഇത്രയും പറഞ്ഞതിൽ നിന്ന് അഭ്യർത്ഥിക്കാനുള്ളത്, ഇനിയുള്ള ദിവസങ്ങൾ ഹിന്ദുവിനെ അവഹേളിക്കുന്നവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ദിവസങ്ങളാക്കി മാറ്റാം. ഏത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദുവിനെ അവഹേളിച്ചാൽ, ഹിന്ദുവിനെ അപകീർത്തിപ്പെടുത്തിയാൽ, ഹിന്ദുവിനെ കളിയാക്കിയാൽ, ഹൈന്ദവ ജനതയ്ക്കെതിരെ വിരൽ ചൂണ്ടിയാൽ അവരെ തോൽപ്പിക്കുക. അത് കോപ്പറേറ്റീവ് ബാങ്കിനായാലും പഞ്ചായത്തിനാണെങ്കിലും മുനിസിപ്പാലിറ്റിക്കാണെങ്കിലും കോർപ്പറേഷനാണെങ്കിലും അസംബ്ലിയിലേക്കാണെങ്കിലും പാർലമെന്റിലേക്കാണെങ്കിലും ഹൈന്ദവ ജനതയെ അവഹേളിച്ച ഏത് വ്യക്തിയെയും ഇലക്ഷന് തോൽപ്പിക്കുക എന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി, മറ്റുള്ള രീതിയിൽ ജയിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് തോൽപ്പിക്കുക എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്കൊന്ന് പ്രവർത്തിച്ചു നോക്കാം. അറ്റ്ലീസ്റ്റ് ഭാരതത്തെയും ഭാരതീയ സംസ്കാരത്തെയും ഹൈന്ദവ ജനതയെയും അവഹേളിക്കുന്നതെങ്കിലും ഇവരെ ഒന്ന് നിർത്തിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഹൈന്ദവ ജനതയെയും ഭാരതീയ സംസ്കാരത്തെയും രാഷ്ട്രത്തെയും സനാതനധർമ്മത്തെയും ഭാരതീയ പൈതൃക ഗ്രന്ഥങ്ങളെയും ആചാരങ്ങളെയും അതിൽ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ എല്ലാവർക്കും അവസരമുണ്ട്, അവകാശമുണ്ട്. അതില്ലാത്ത നന്മ നിറഞ്ഞ ഹിന്ദു ധർമ്മത്തിൻ്റെ സന്ദേശങ്ങളും ആചാരങ്ങളും വിചാരങ്ങളെയും ഹൈന്ദവ ജനതയെയും ഹൈന്ദവ സംഘടനകളെയും ഹൈന്ദവ കൂട്ടായ്മയെയും എതിർക്കുകയും പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ നമുക്ക് ഏത് സംഘടനയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, അത് RSS ആണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ ആരാണെങ്കിലും ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തിനെ തോൽപ്പിക്കാനുള്ള മഹായജ്ഞം നമുക്ക് ചെയ്യാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം, നമസ്കാരം.